ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബീഫ് ഫ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ വേറൊരു വിശേഷം കൂടി ഉണ്ട്. ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ആഘോഷവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമുക്കൊരു പാനിൻ്റെ അകത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കണക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാനിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 3/4 കിലോ ബീഫാണ്. അതൊരു ഇടത്തരം പീസാക്കി കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. അപ്പം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 10-15 ചോള ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് മെയിനായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കരിവേപ്പിലയും കൂടെ കുറച്ചിടുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി നമുക്ക് ചെറിയ പീസാക്കി അതും കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിതിടണം. അതിന് മുന്നായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, അതായത് ഇത് അടിക്ക് പിടിക്കത്തൊന്നുമില്ല, നമുക്ക് ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിൽ അടച്ച് വെച്ചൊരു 6-7 വിസിൽ, ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് നമുക്ക് വിസിലിൻ്റെ എണ്ണം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു 6 വിസിൽ കൊണ്ട് നമ്മുടെ ബീഫ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്തത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു വലിയ സബോള ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പെരിഞ്ചീരകവും കൂടെ ഈ സബോളയായിട്ട് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നല്ലൊരു സ്മെല്ലാണ്. അതും കൂടെ ഇതിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ വെന്തിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് ഈ ബീഫ് ഇതിലേക്ക് ഈ പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഈ ബീഫിൻ്റെ അകത്ത് ഈ അരപ്പെല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് ഒന്ന് മൂടി വെച്ചതൊന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തുറന്ന് വെച്ച് ഇത് കുറച്ച് സമയം നമുക്കിത് ഇളക്കി ഒരു ചെറു തീയിൽ, അതായത് ഒരു മീഡിയം തീയിലിട്ട് വേണം നമുക്കിത് നല്ല ഇതായിട്ട് ട്രൈ ആക്കി എടുക്കാനായിട്ട്. തീരെ ഉണങ്ങിപ്പോവുകയും ചെയ്യല്, എന്നാൽ നല്ല ഒരു വെള്ളത്തോടു കൂടി അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. നമുക്കപ്പോൾ ലാസ്റ്റ് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ബീഫ് ഫ്രൈ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പമാണ്, ഇങ്ങനെ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും തമ്മിൽ കാണാതിരുന്നിട്ട് കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഒരു മീറ്റപ്പുമായി അവൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷങ്ങളുമായി എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടിയപ്പോൾ ഒരു നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഞാനിവിടെ ഒരു ചെറിയ ബിരിയാണിയൊക്കെ റെഡിയാക്കി അങ്ങനെ അവരെല്ലാം കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.